ഈ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമുക്ക് മുടി നന്നായി വളർത്തിയെടുക്കാമേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയറിൻ്റെ 5th ഡേ ആണ്. അപ്പം ഹെയർ കെയർ ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മുരിങ്ങയില, കുറച്ച് ആര്യവേപ്പില, കുറച്ച് പനിക്കൂർക്കയില, കുറച്ച് തുളസിയില എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചിട്ട് വരണേ. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുവാണേ. ഇതിൽ ഒരു കാര്യം പറയാൻ മറന്നു പോയത്, ഇതിനകത്ത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഉലുവ, ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉലുവ നല്ലതായിട്ട് തലേദിവസം ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാമേ. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിതെല്ലാം നല്ലതായിട്ട് അരിച്ച് എടുത്തിട്ട് വന്നിരിക്കുവാണേ. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ തലയിൽ നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് തേച്ച് ഇരിക്കണം. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. നമ്മളിതേണ്ട ഒരു അരമണിക്കൂർ എണ്ണയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതുവരെയാണ്. അപ്പോൾ നമുക്ക് ഈ മുടി ഒന്ന് ചീകി കൊടുക്കാമേ. ചീകിയിട്ട് നമുക്ക് കാണിക്കാം. എന്താ നമ്മുടെ മുടി കണ്ട പൊഴിച്ചിലൊക്കെ കുറഞ്ഞേ വേണ്ട നോക്കിക്കേ. താരനൊക്കെ നല്ലതായിട്ട് കുറഞ്ഞ് ഭയങ്കരമായിട്ട് താരനിരുന്ന ആദ്യം ഞാൻ കാണിച്ച വീഡിയോയിൽ കണ്ടാൽ അറിയാം. നല്ലതായിട്ട് താരനിങ്ങനെ ഇളകി വരുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താരനൊക്കെ കുറഞ്ഞ് ചൊറിച്ചിലൊക്കെ കുറഞ്ഞ് മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞ് ഇപ്പോൾ 5 ദിവസമായി നമ്മളിത് 4 ദിവസം ഇത് ഉപയോഗിച്ചു. 5ാമത്തെ ദിവസമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 4 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, താരനൊക്കെ നല്ലതായിട്ട് കുറഞ്ഞ് ആ മുടിയുടെ പൊട്ടിപ്പോകലൊക്കെ നിന്ന് കേട്ടോ. പൊഴിച്ചിൽ വളരെ കുറഞ്ഞ്, പൊഴിച്ചിലങ്ങനെ നിന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ മുടി പിടിച്ചാൽ ഉടനെ തന്നെ നല്ലതുപോലെ പൊഴിഞ്ഞു വരുന്നതായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് നന്നായിട്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക്. ഇങ്ങനെ ഓരോരോ വകുപ്പായിട്ടെടുത്ത് മാറ്റി വേണം നമ്മളിത് തേച്ച് കൊടുക്കാനായിട്ട്. എന്നാലും നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ പിടിച്ച് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് തേച്ച് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ അമ്മു തന്നെയാണ് തേക്കുന്നത് കേട്ടോ. ഞാൻ തേച്ച് കൊടുത്തില്ല. ഇന്നമ്മു സ്വന്തമായിട്ട് അങ്ങ് തേക്കുവാണേ. എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് സ്വന്തമായിട്ട് തേക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് മുടിയേ ഉള്ളല്ലോ. മുടിയൊക്കെ നേരത്തെ നന്നായിട്ടുണ്ടായിരുന്നു. ആ മുടിയെല്ലാം പൊട്ടിപ്പോയി. എന്താണെന്നറിയില്ല. PCOD ആണ്. താരൻ നല്ലതായിട്ടുണ്ടായിരുന്നു. താരൻ തന്നെയാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ PCOD ഉള്ളവർക്കും ഇങ്ങനെ ഈ മുടി ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കണം. എന്നാലും ഈ മുടി നന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുടി വളരുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇത്രയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായല്ലോ. തലമുടിയുടെ താരനും കുറഞ്ഞു, പൊഴിച്ചിലൊക്കെ കുറഞ്ഞത് കൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇനിയൊന്ന് കെട്ടി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റൊക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഈ ഹെയറൊക്കെ ഒന്ന് ഇതുണ്ടോ, മുടിയൊക്കെ ഇവിടെയൊക്കെ കിളുക്കാൻ തുടങ്ങിയതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അരമണിക്കൂർ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഓക്കേ.